SNDP NSS ഐക്യത്തിന്റെ വാതിൽ അടയുന്ന പ്രശ്നമില്ലെന്ന് PDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി. NSS വാതിൽ അടച്ചു എന്ന് SNDP വിശ്വസിക്കുന്നില്ല. ചർച്ച തുടരുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. CPO സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നയവും ലക്ഷ്യവും ഉദ്ദേശവും എല്ലാം ഈ പറയുന്ന ഐക്യം തന്നെയാണ്. ഒരിക്കലും NSSന്റെ ജനറൽ സെക്രട്ടറിയെ കുറ്റം പറയാനോ അദ്ദേഹത്തെക്കുറിച്ച് മോശം പറയാനോ ഞങ്ങൾ ആരും തയ്യാറാവില്ല. ഒരിക്കലും ഐക്യത്തിന്റെ വാതിൽ അടയുന്ന പ്രശ്നമേ ഇല്ല. NSSും SNDPയും എല്ലാ ഹിന്ദു സമുദായത്തിലുള്ളതും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സൗരങ്ങളുമായിട്ടുള്ള മുസ്ലിങ്ങളിൽ തന്നെ ഇതുമായിട്ട് സഹകരിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ ഞങ്ങൾ സംസാരിക്കും. അതിനിടെ അതിവേഗ റെയിലിൽ E. ശ്രീധരനെ തള്ളി തുഷാർ വെള്ളാപ്പള്ളി രംഗത്തെത്തി. E. ശ്രീധരന്റെ പ്രോജക്ട് സ്വന്തം കാര്യമാണ്, കേന്ദ്രത്തിന് ബന്ധമില്ല. ജനങ്ങളെ ബോധവത്കരിക്കാനാണ് ശ്രീധരൻ ശ്രമിക്കുന്നതെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ശ്രീധരൻ സാർ നടത്തുന്ന ഏതോ സർവേയോ അല്ലെങ്കിൽ ആളുടെ സ്റ്റഡി, ഞാൻ കണ്ടത് വാർത്തയെ കണ്ടത് ആളുകളെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കാനും ഒരു സ്റ്റഡിക്ക് വേണ്ടി അദ്ദേഹം അത് ചെയ്യുന്നു പറഞ്ഞു. ഇന്ത്യ ഗവൺമെൻറ് ഫണ്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ BJP സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇവിടെ NDAയുടെ എന്തെങ്കിലും പ്രത്യേകിച്ച് യാതൊരു സംവിധാനവും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം വ്യക്തിപരമായി നടത്തുന്ന അദ്ദേഹത്തിൻ്റെ നോളജ് അനുസരിച്ച് ആളുകളെ ബോധവൽക്കരിക്കാൻ വേണ്ടി നടത്തുന്ന കാര്യമാണ്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, ഇന്നിപ്പോൾ ഒരു യോഗം ചേർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം NSS ഈ വാതിൽ അടച്ചതിന് ശേഷം ചേർന്ന ആദ്യ യോഗമാണ്, SNDP കൗൺസിൽ യോഗം. അതിനുശേഷമുള്ള വാർത്താ സമ്മേളനത്തിലാണ് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് എന്ന് തുഷാർ വെള്ളാപ്പള്ളി പറയുന്നത്. തുഷാർ വെള്ളാപ്പള്ളി എന്നുള്ളതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല എന്നാണ് കഴിഞ്ഞ ദിവസം NSS ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. അദ്ദേഹം തന്നെ ഇപ്പോൾ പറയുന്നത് എന്താണ്? NSS ജനറൽ സെക്രട്ടറിയുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, ഇനിയും പ്രതീക്ഷയുണ്ട് എന്നൊക്കെയാണോ? SNDP യോഗത്തിന്റെ നിർണായകമായ കൗൺസിൽ യോഗമായിരുന്നു ഇന്ന് നടന്നത്. കഴിഞ്ഞ ആഴ്ച ചേർന്ന വിശാല കൗൺസിലാണ് SNDP NSS ഐക്യത്തിന് പൂർണ്ണ പിന്തുണയും അംഗീകാരവും നൽകിയിരുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ചർച്ചകൾക്ക് വേണ്ടി തുഷാർ വെള്ളാപ്പള്ളിയെ നിയോഗിക്കുകയും ചെയ്തത്. പക്ഷേ തുഷാർ NDAയുടെ കൺവീനറാണ്, BDSന്റെ നേതാവാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളെ ചർച്ചയ്ക്ക് അയച്ചതുകൊണ്ടാണ് ഐക്യത്തിൽ നിന്ന് പിന്മാറുന്നത് എന്നുള്ളതായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെ നിലപാട്. NSSന്റെ നിലപാട്. എന്തായാലും തുഷാർ വെള്ളാപ്പള്ളിയെ ചർച്ചയ്ക്ക് വിട്ടത് ഒരു വലിയ പ്രശ്നമായി NSS തന്നെ അവതരിപ്പിക്കുകയും ചെയ്തു. അതിനോടാണ് ഇന്ന് നമ്മൾ പ്രതികരണം തേടിയത്. പക്ഷേ അതിൽ ഒരു വാക്കുപോലും പ്രതികരിക്കാനില്ല. NSS ജനറൽ സെക്രട്ടറിയുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിച്ചിട്ടുണ്ട് എന്നാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ മറുപടി. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഐക്യം പാളി എന്ന മാധ്യമങ്ങളുടെ വാർത്ത മാത്രമാണ്. അത് ഇനിയും ഐക്യത്തിനുള്ള സാധ്യത തെളിഞ്ഞു നിൽക്കുകയാണ്. NSSുമായി ഇനിയും ചർച്ച നടത്തും, ഐക്യമുണ്ടാകും എന്നുള്ളതാണ് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്ന കാര്യം. അതായത് NSS പൂർണ്ണമായും ഈ അധ്യായം അടച്ചുവെന്ന ജനറൽ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുമ്പോഴും വെള്ളാപ്പള്ളി നടേശനും യോഗത്തിന്റെ വൈസ് പ്രസിഡന്റായ തുഷാർ വെള്ളാപ്പള്ളിയും പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഇനിയും ഈ ഐക്യവുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ. വരും ദിവസങ്ങളിൽ അടക്കം NSSുമായി ചർച്ച നടത്താനുള്ള സാധ്യതകൾ അത് SNDP തന്നെ മുൻകൈയെടുത്ത് നടത്തുന്നു എന്നുള്ളതാണ് ഈ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കുന്നത്. എന്തായാലും എന്നാണ് ചർച്ച നടക്കുന്നത്, ഐക്യത്തിന്റെ ഭാവി എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ വ്യക്തത ഉണ്ടാകും. നിലവിലിപ്പോൾ ഐക്യം മുന്നോട്ട് പോകുമെന്നാണ് അശ്വിനി. G. സുകുമാരൻ നായരുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ആ തരത്തിലേക്ക് പ്രതീക്ഷ തന്നിട്ടുണ്ട് എന്നാണോ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത്? വാതിലടച്ചു എന്ന് SNDP വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താകാം? തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹത്തെ 2 തവണ ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് G. സുകുമാരൻ നായർ. പക്ഷേ എന്ത് സംസാരിച്ചു എന്നുള്ളത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ട കാര്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ആ സംഭാഷണത്തിൽ എന്താണ് ഉണ്ടായത് എന്ന വ്യക്തമല്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അത്രത്തോളം രൂക്ഷമായ രീതിയിലായിരുന്നു G. സുകുമാരൻ നായർ ഐക്യം ഇനി ഉണ്ടാവില്ല എന്ന് പറയാനായി വിളിച്ച വാർത്താ സമ്മേളനത്തിൽ തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ അടക്കം നടത്തിയ പരാമർശങ്ങൾ. അതെ, തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ തന്നെയായിരുന്നു അന്ന് അദ്ദേഹം പരാമർശം നടത്തിയതും G. സുകുമാരൻ നായർ പരാമർശം നടത്തിയത് എന്നുള്ളതാണ്. ആ തുഷാർ വെള്ളാപ്പള്ളിയാണ് ഇപ്പോൾ പറയുന്നത് ഐക്യം പൂർണ്ണമായി അടഞ്ഞിട്ടില്ല, അങ്ങനെ SNDP വിശ്വസിക്കുന്നില്ല, NSS വാതിലടച്ചു എന്ന് വിശ്വസിക്കുന്നില്ല എന്നാണ് ഇന്നിപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത്. G. സുകുമാരൻ നായരുമായി 2 വട്ടം സംസാരിച്ചു എന്നാണ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.